അപ്പോൾ പൈനാപ്പിൾ എസ്റ്റേറ്റിൽ കുഞ്ഞുവശ കുറേ തൈകൾ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇഷ്ടം പോലെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. ഏതാണ്ട് ഒരു 2 ലോറിക്കുള്ള സാധനം ഉണ്ടെന്നായിരിക്കും അവിടെ. അവർ 2 ലോറിക്കുള്ള സാധനമുണ്ട്. ഈ തോട്ടത്തിട്ട് ലോറി കയറി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബക്കറ്റിൽ ചുമക്കുന്നുണ്ട്. ചിറ്റിയാടിയാണ് തല കുത്തി കിടന്നിരിക്കണേ. അത് ഇവിടെ പറഞ്ഞുണ്ട് കന്നാരപ്പഴം. അപ്പോൾ ഇതും കൂടെ നമുക്ക് പറിച്ചിട്ട് നല്ല മധുരമല്ലേ ഇതിന്. കുഞ്ഞുശ്ശേരി നല്ല അടിപൊളി പറഞ്ഞ എളുപ്പമുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പം അങ്ങ് ചെത്തി ലൈവായിട്ട് നമ്മൾ തിന്നുക. ഇത് പിടിച്ചേ നോക്കട്ടെ, അതൊന്ന് കൊണ്ടുവിടട്ടെ. കന്നാരപ്പഴം നല്ല സെറ്റപ്പായിട്ട് ചെത്തിയെടുക്കാം നമുക്ക്. നല്ല അടിപൊളി മധുരമുള്ള സാധനമാണ്. അപ്പോൾ അവർ ചക്ക ഉണ്ടോ നോക്കാൻ പോയി കാണും. ഉണ്ടോ ചോദിച്ചേ? അരിവാള് നല്ല മൂർച്ച കേട്ടോ, കിടില മൂർച്ച. വെയിലാണെങ്കിലും അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ആയിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ ചെറു കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. എല്ലാം കന്നാരപ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇനി ഉണ്ടോയെന്നും കൂടെ നമുക്ക് നോക്കാം. ഇതിവിടെ ഇരിക്കട്ടെ. അയ്യോ നല്ല അടിപ്പം ചക്കപ്പഴം ഉണ്ടോ? അതെ ഇതുണ്ടോ പഴം കേട്ടോ, സൂപ്പർ പഴം ഉണ്ടോ, കിടിലൻ പഴം. അപ്പോൾ ഇത് നമുക്ക് അവിടെ ചെന്നിട്ട് മുറിച്ച് നോക്കാം. നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് ചക്ക മേളിൽ വേണ്ട കിടക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രയോജനമില്ല. എങ്ങനെ പറിക്കുമെന്ന് ആലോചിച്ച് നമ്മുടെ സന്തോഷേട്ടയും കുഞ്ഞുവശയും കൂടെ ഇവിടെ നിന്ന് ഭയങ്കര ആലോചനയിലാണ്. ഭയങ്കര പ്ലാനിങ്ങിലാണ് ഇപ്പോൾ ഇവർ. നിലവിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് സന്തോഷമായിട്ട് എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. അല്ല വല്ല ഉഗ്രം തോട്ടി പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വെള്ളയിൽ മുഴുത്തതേ വന്നു പറഞ്ഞു. ഓ താഴോട്ട് പോയി, എത്തില്ല അല്ലേ? തിക്കിയ ചാടുവോ? ആ ആ ആ ഓക്കെ. ഓ ചക്കയുടെ കയറി. ആ വലത്തോട്ട് തിരിച്ചാടി. ആ വിജനതയിൽ പാതി വഴി തേടുന്നു. ഇതേ പോണു താഴോട്ട്. മനോഹരമായ പുല്ലാ നോക്കി. കാറ്റത്ത് നല്ല രീതിയിൽ ആടി ഒലിയുണ്ടത്. ഓഹ് എന്താ ഒരു ഭംഗി. ഇത് ഈ പുല്ലിൻ്റെ പൂവുണ്ടായി കിടക്കണേ ഉണ്ടോ. അപ്പോൾ അതേ പിന്നെ ഇത് പഴച്ചക്കയാണ്. അതുപോലെ ഇതും പഴ. ഇത് പച്ച എടുത്തിട്ടാ. അതായത് ചക്കപ്പഴം ഇഷ്ടം പോലെ ഉണ്ട്. ചക്കക്കുട്ടനെ തോളിലെത്തി കണ്ണൻ്റെ ഇതാ യാത്രയായി. പഴുത്തതാണ് ചീഞ്ഞതാണോ എന്നൊരു സംശയം. ചാടിയൻ്റെ ഒരു ചളക്കം ഉണ്ടായിരുന്നു. ചക്കപ്പഴ ഇഡ്ഡല സാധനമായി പോയി. വെള്ളം ഇറങ്ങിയാലേ. വിൽക്കാനുള്ള കന്നാരപ്പഴമായിട്ട് കുഞ്ഞുവശ ഇതാ യാത്രയായിക്കൊണ്ടിരിക്കുന്നു വീട്ടിലേക്ക്. അപ്പോൾ വണ്ടി വിളിക്കാനായിട്ട് സന്തോഷമായിട്ട് പൊക്കോളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കന്നാരപ്പഴം കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതാ ഒരു ചക്കയങ്ങമ്മയുടെ എടുത്തിട്ട് നേരെ താഴോട്ട് പോവുകയാണ്. കന്നാരപ്പഴമോടെ നമ്മൾ ആ മേളിൽ നിന്ന് കിട്ടിയത് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങോട്ട് ചെത്തിയെടുക്കാം. അങ്ങനെ നല്ല സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു. അധികം ദൈവം സന്തോഷമായിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട് സന്തോഷം? ടേസ്റ്റ് സൂപ്പർ അടിപൊളിയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് കുറച്ച് കന്നാരപ്പഴമാണ്. അപ്പോൾ ഒരെണ്ണം ഞാനും കൂടെ എടുക്കാൻ പോകും ഒരു പീസ്. നമുക്ക് ആരും ചോറുണ്ടുള്ളൂ, എന്നാലും ഒന്ന് കഴിച്ചു നോക്കാം. നല്ല മധുരം. എല്ലാം മധുരം. ചക്ക അവിടെ ഇരിപ്പുണ്ട്. ആ പെട്ടണം കോഴി, പിന്നെ ഇന്നലത്തെ കോഴി നാടൻ കോഴി ഉണ്ടോ വീട്ടിൽ ഇരിപ്പുണ്ട്. അതുങ്ങളെ സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പോൾ ചക്ക വെട്ടണേ കാണാം. അപ്പോൾ കോഴി വെട്ടാൻ ഇല വെട്ടാൻ വന്നപ്പോഴാണ് അരയണക്കൂട്ടത്തിനെ കണ്ടേ. അപ്പോൾ ഇവന്മാരെ നമുക്കൊന്ന് ഓടിക്കാം. ഓർഡർ ഓട്ടം കണ്ടേ എന്നെ രസം.
പൂവത്തിന്റെ ഇതുണ്ടായിരുന്നു, പൂവത്തിന്റെ മുട്ടിയാ പൂവത്തിനൊന്നും വെട്ടിയാ പോകില്ല അല്ലേ? ആ ഇറച്ചി നുറുക്കല്. ചക്കക്കുട്ടനോട് എന്തോ വൈരാഗ്യം ഉള്ളതുപോലെ തോന്നും കണ്ണൻ്റെ പ്രവൃത്തി എന്താ. വീർത്ത് വിട്ടിരുന്ന കക്കയായിരുന്നു കണ്ണൻ്റെ 3 വെട്ട് 2 കഷ്ണം. പഠിച്ചൊന്നുമില്ല. അങ്ങനെയാണോ? ചെറിയൊരു മധുരം ഉണ്ടോ? രാമൻ നിരത്തി ഇട്ടുണ്ട് നമ്മൾ വെട്ടി. കോഴിയിറച്ചിക്ക് ഇടാൻ മുളക്. കോഴിയിറച്ചിക്കല്ല, മറ്റേ ഇതിനെ അരച്ച് ചേർക്കാനാണ്, ചക്കപ്പുഴുക്കിനെ അരച്ച് ചേർക്കാൻ. നല്ല പഴുത്ത മുളക് ഇതുണ്ടോ, ആട്ടി കാന്താരി മുളക് നല്ല പഴുത്തതുണ്ട്. അരച്ച് കണ്ണിട്ടും പോകണം. അതെ, വീട്ടിലിരുന്നായിരിക്കും കേട്ടോ, ഓടണം. ചൂടുവെള്ളത്തിൽ കുളിക്കണം. അതെ, എന്തൊരു ചേലാണ് നെഞ്ചിലെ നീരാണ് എൻ്റെ കിനാവാണ്. അടിപൊളിയായിട്ട് അരപ്പൊക്കെ ചേർത്ത് അടുപ്പിൽ കയറ്റി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴിക്കറിയാണ് ഇവിടെ ചെയ്യുമ്പോൾ വാങ്ങി. ആണോ? തുറന്നു നോക്കിയാലേ കുറച്ച് കഴിയുമ്പേ വാങ്ങി വെച്ചിരിക്കുകയാണ്. അമ്മാവനാണ് മെയിനായിട്ടാണ്. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ അല്ല അടിപൊളിയാക്കി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തായി നോക്കട്ടെ കോഴിക്കറി. അടിപൊളി. അപ്പൊ വെണ്ടപ്പം ഉണ്ടായില്ലോ. ഒന്നില്ലേ, എന്തോ ഫുള്ള